മോർണിംഗ്. വാഗമണ്ണാണ് മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ രാവിലെ എല്ലാവരും റെഡിയായി. ഇപ്പോൾ സമയം 7:10. അപ്പോൾ അടിപൊളി കോടമഞ്ഞ്. ഇപ്പം കുറച്ച് മുമ്പേ കുറച്ചുകൂടെ ഡാർക്കായിരുന്നു, ഇപ്പം തെളിഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ കൂടെ ഉള്ളവരെല്ലാം എന്താ റെഡിയായി താഴോട്ട് പോയി. എല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റൂമെല്ലാം കേട്ടോ. ഇത് ഇതൊരു റൂം, ഇവിടെ കയറും റൂം കേട്ടോ. അപ്പോൾ വാഗാഷോർ, വാഗമൺ വാഗാഷോർ. അപ്പം നമ്മുടെ റൂം ഇതായിരുന്നു. ഓക്കെ, പോവാം. റെഡിയല്ലേ? അത് നമ്മൾ റെഡിയായി. സിന്ധു റെഡിയായി താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഹലോ ഗൈസ്. ഹായ്, എല്ലാം റെഡിയാണോ? സാറല്ലേ? ഓക്കെ. ഇപ്പൊ രണ്ടാം ദിവസത്തെ യാത്ര നമ്മളോട് ആരംഭിക്കാം. ഓക്കെ, ഹലോ ഹായ്. എങ്ങനെയുണ്ടായിരുന്നു രാത്രി? തണുപ്പ്, ഉറക്കം, അടിപൊളി. ഹലോ, കുഴപ്പമില്ല. തേങ്ങയൊക്കെ നല്ല കുറുമയായിട്ട് അടിപൊളി. ചെറിയ പീസയുള്ള മീൻ 100 രൂപ. വിഷ്ണുള് 100 രൂപ. ഇയാളെ ഖത്തറിലെ ഏറ്റവും പോർഷായിട്ട് ആൾക്കാർ താമസിക്കുന്ന ലുസൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഓപ്പൺ ആക്കി. അതുകൊണ്ട് 1.5 മാസം കൊണ്ട് കൂട്ടിപ്പോയി. അപ്പോൾ അവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്. അമ്മ വലിയ രീതിയിൽ ഓടുന്നതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കാലിക്കൂടി എല്ലാവരും മറ്റുള്ളവർക്ക്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കേണ്ട അതിമനോഹരമായ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അറിയാം. Come on, bye. Come on. നമ്മുടെ ആനവണ്ടി പോകുന്ന കണ്ട? ആനവണ്ടി. തകർപ്പൻ ഫോട്ടോ എടുപ്പാണ്. തകർപ്പൻ. അവിടെ ഒരു സെക്ഷൻ നടക്കുന്നു. പാവം പിടിച്ചതോ അച്ഛന്മാർ വിളിക്കുന്നു. ഓക്കെ, ഗ്രൂപ്പ് സെൽഫി. അങ്ങനെ നമ്മുടെ വണ്ടി അങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടോ? രസമല്ലേ?
മൂന്നാർ 108 കിലോമീറ്റർ, കുട്ടിക്കാന 8, പീരുമേട് 12. കുട്ടിക്കാന റൈറ്റിലോട്ട് പോകണം, ഇടുക്കി ഡാം കട്ടപ്പന ഇടത്തോട്ട്. ഏലപ്പാറ അല്ലേ? ഇപ്പം നമ്മൾ എത്തിയത് ഏലപ്പാറയാണ്. വാഗമൺ 15, ഇടുക്കി ഡാം 56, മൂന്നാർ 108. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഇവിടെ നോക്കാം. കട്ടപ്പന 15 കിലോമീറ്റർ. എത്ര? ഇവിടെ ഒരു അമ്പലത്തിൽ സപ്താഹം നടക്കുന്നു, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പം ഞങ്ങളിവിടെ കാപ്പ് പിടിക്കാൻ നിർത്തിയപ്പം നമ്മുടെ പുതിയവരുടെ ഇക്ക ഇവിടെ വെച്ച് കണ്ടു. വർഷങ്ങളായിട്ട് പരിചയമുള്ള ഇക്ക. മോളിവിടെ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അഭിലാഷ് ഹോട്ടൽ ഏലപ്പാറ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഏലപ്പാറ ടൗണായി കാണുന്നത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ അകത്തോട്ട് കയറിയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ സപ്താഹം നടക്കുന്നു, ഭാഗവത പാരായണം ആയി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. മനോഹരമായ കാഴ്ചകളാണ് ഇനി മുന്നോട്ട് കാണാൻ കിടക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സുഹൃത്തുക്കളെ 2018 നമ്മൾ ഏറെ പ്രസിദ്ധി ആർജിച്ച ചപ്പാത്ത് പാലം. 2018 വെള്ളപ്പൊക്കത്തിൽ വളരെ പ്രസിദ്ധമായൊരു പാലമായി കാണുന്നത്. ഈ വണ്ടിക്കകത്ത് പാട്ടിട്ടേക്കുന്നതുകൊണ്ടേ നമുക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് വോയിസ് ഓവർ കൊടുത്താണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ വീതി കൂട്ടുന്ന പണിയും ടാറിങ് ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇടിച്ച് പൊളിച്ച് എല്ലാവരും പരിവാക്കിയിട്ടിരിക്കുക. ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാത്ത റോഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ടൗണായ കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു കാര്യം കാണിച്ചില്ല കേട്ടോ. നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പേരിലൊരു കടയുണ്ട് ഇവിടെ. കരുനാഗപ്പള്ളിക്കാർ നടത്തുന്നൊരു കടയാണത്. അപ്പോൾ നേരെ നോക്കിക്കോളൂ ഗൈസ്, കരുനാഗപ്പള്ളി ട്രേഡേഴ്സ്. ഇതുപോലെ വേറൊരു ടൗണിലുണ്ട്, അത് ഞാൻ എവിടെയാണെന്ന് ഓർക്കുന്നില്ല കൃത്യമായിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി കണ്ടിരുന്നു. അങ്ങനെ കട്ടപ്പനയുടെ ഹൃദയഭാഗത്തൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും തേയിലയുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ ബോർഡുകൾ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ ദൃശ്യങ്ങൾ വീണ്ടും നമ്മളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്. അവിടെ ഈ പൈനാപ്പിൾ, മാംഗോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്, വാങ്ങിച്ച് കഴിക്കാം. ഓക്കെ, അപ്പം ഞങ്ങളെന്താ ഇവിടെ നിർത്തുകയാണേ. എത്ര മനോഹരമായ കാഴ്ചകളല്ലേ. ഇടുക്കിയുടെ ദൃശ്യഭംഗി ഇപ്പോഴാണല്ലോ ഒന്ന് നല്ലവണ്ണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വരാൻ പറ അല്ലേ, കാഴ്ച കാണാൻ വന്ന ആൾക്കാർ വരൂ വരൂ, ഇതൊന്ന് കണ്ടിട്ട് പോകും. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഈ വ്യൂ പോയിന്റ് ഇറങ്ങിയിട്ട് പോവാം. കമോൺ. നാട്ടിൽ നിന്ന് കൊണ്ടത് മാങ്ങ. മാങ്ങ വേണ്ടേ? മാങ്ങ വേണ്ടേ? എന്താ പറഞ്ഞ? ആനയ്ക്ക് മൂടില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ആന വരാത്തെ. നമ്മളിവിടെ നിർത്തിയ ഇത് സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേരെന്താ? ചിന്നക്കനാൽ. ഓക്കെ, ഇവിടെ ആന വരും. എന്താ പറഞ്ഞേ?
ആന വന്നെന്ന്. വന്നോ? അരിക്കൊമ്പൻ ഇവിടെ ആണോ? ഞങ്ങളുടെ അരിക്കൊമ്പൻ ഇവിടെ കാണാണ്ടോ? ഈ ഒരു മാങ്ങയ്ക്ക് എത്ര രൂപ? 70 മാങ്ങയ്ക്കോ? എൻ്റെ അമ്മോ വേണ്ട വേണ്ട വേണ്ട. എല്ലാരും തകൃതിയായിട്ട് നൂഡിൽസ് കഴിച്ചോണ്ടിരിക്കുക. ആ അത് ഓക്കെ, വയറ് നിറഞ്ഞ്. നാരങ്ങാവളം പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാഗി. പക്ഷേ ഇത് മാഗി വാങ്ങിക്കാൻ അറിയാൻ ഞാൻ വെള്ളം വാങ്ങിക്കത്തില്ലായിരുന്നു. എത്ര മാഗി ഒരു പ്ലേറ്റ്? കഴി ചോറിനുണ്ട് കേട്ടോ. ഫോക്കസ് ചെയ്യാമല്ലോ. പെരിയ കനാൽ ഫാക്ടറി, ടാറ്റയുടെ ഫാക്ടറിയാണ്. ഇറങ്ങിക്കുമ്പോഴൊക്കെ മാറും. അത് തന്നെ ഒന്ന് ഇറങ്ങി എല്ലാവരും അപ്പോഴത്തേക്ക് ഒന്ന് ഫ്രഷ് ആവും. എല്ലാവർക്കും ഒന്ന് ഇറങ്ങിയ നടക്ക്. എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വണ്ടി നിർത്തിയ കേട്ടോ. ഛർദ്ദിക്കാനൊക്കെ ഉള്ളൊരു മൂഡ് വന്നു. കാസർഗോഡ് പോകണം. അപ്പോൾ എല്ലാവരും ഒരു നാരങ്ങ സോഡ ഒക്കെ അടിക്കാനായിട്ട് അതൊക്കെ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് കണ്ടു. അവിടെ കയറിയിരിക്കും എല്ലാവരും. അപ്പം ഞങ്ങൾ വെള്ളം കുടിക്കാൻ നിർത്തി ഈ ഭാഗത്ത് കണ്ടോ ഒരു നീലവാക പൂത്ത് നിൽക്കുന്നത്. ഇപ്പം നീലവാക പൂത്ത് നിൽക്കുന്ന സമയമാണ്. തേയിലയ്ക്ക് തണൽ കിട്ടാൻ വേണ്ടി പണ്ട് ബ്രിട്ടീഷുകാർ വെച്ചാണെന്നാണ് പറയുന്നത്. സെൻറ്റ് മേരീസ് LP സ്കൂൾ ചേമ്പളം. മൂന്നാർ വേണമെങ്കിൽ 55 കിലോമീറ്റർ. റൂം 45 കിലോമീറ്റർ ഈ റൂട്ടിൽ തന്നെ. നീ 45 കിലോമീറ്റർ അല്ലേ? അപ്പോൾ എന്തായാലും കറങ്ങി എല്ലാവരും ഒന്ന് കറങ്ങിപ്പോയി. 2 ചെറുപ്പക്കാർ ഇതിനെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയി. ചെറുപ്പക്കാരല്ല, മധ്യവയസ്കരെ അങ്ങോട്ട് പോയി. ആണോ? പറഞ്ഞോ? ആ എന്നാൽ ശരി, ഓക്കെ. അപ്പം ശരി, പോവാം. അല്ല ആ ലാബ് ഈ ഒരു നമ്മുടെ രാവിലെ എവിടെ കൊടുത്തേക്കുന്നേ? നമ്മുടെ അമ്പലത്തിൽ പ്രസവിച്ചത് അതറിയാൻ പറ്റും. പിന്നെ തിരക്കിട്ടേ ഞാൻ ഇപ്പം കണ്ടിട്ട് കുറേ ആളായി. മൂന്നാറ് അവരൊക്കെ നടന്ന് വരുവാ. 3 വരും. നിങ്ങൾ ഓടിക്കും. കോട്ടെ ചേമ്പളം. ഇല്ല കോട്ടെ എത്ര ധൈര്യത്തെ പറഞ്ഞത് കോട്ടെ നമ്മളങ്ങോട്ട് പോട്ടെ. ഞാൻ വിളിക്കാം. ആ നടന്ന് ഒരു താഴെ ഞാൻ ആ പിന്നെ എന്തോ എടുത്ത് ചോദിച്ചത് ആ കരിക്കാനോട് പറഞ്ഞേ ഒരു കരിക്കും കുടിച്ചിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. ജിഷവിന്റെ ഫോണിലാണ് വിളിച്ചത്. 69 കിലോമീറ്റർ ചോദിക്കുന്നു. എന്നെ കൂടെ വിളിക്കണ്ടായിരുന്നു. അനില് കൊറേ തിരക്കാന്ന് വെച്ച് തിരിച്ചു പോകും. ജീപ്പിന്റെ മേലെ കപ്പലിന്റെ മേലെ ഫ്ലൈറ്റ് അതിലപ്പോ ട്രെയിന് അത് കൊള്ളാതെ പോകും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നെടുങ്കണ്ടം എത്തി കേട്ടോ. അപ്പം ഏകദേശം ഉച്ചയായി, ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നു. അപ്പം നെടുങ്കണ്ടം ടൗണിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരം വണ്ടി ഇങ്ങനെ ഓടി കേട്ടോ. നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും അതൊക്കെ ഓരോരുത്തർ സൈഡായിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്.
വാ ഒരു എന്താ ഇറങ്ങുന്നില്ലേ? പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇവിടെ ടേബിളെല്ലാം ഫുള്ളാണ്. ആദ്യം ചെന്ന ഹോട്ടലിൽ ഫുഡുണ്ട്, പക്ഷേ അവിടെ സമയമെടുക്കും. അരമണിക്കൂർ. അവിടെ ഫുള്ളാണ്, ടേബിളെല്ലാം ഫുള്ളാണ്. അപ്പം അതിന് തൊട്ട് താഴെ വരുന്നു അവരെല്ലാം. എന്തേ വാ? ഇല്ല, എങ്ങോട്ട് പോയി? താഴോട്ട് വാ. അപ്പം ചെറിയൊരു സെറ്റപ്പാണ്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാഫില്ലായിരുന്നു. സ്റ്റാഫൊക്കെ വരുന്നേ ഉള്ളൂ. ഒരു സീസൺ ആയി വരുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ തന്നെ സപ്ലയേഴ്സായി. എന്തായാലും പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി, കഴിച്ചു. എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നതാണ് ഈ ഹോട്ടൽ കേട്ടോ. അതുപോലെ റേറ്റും വലിയ കത്തിയൊന്നുമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. KSRTCയുടെ ഡബിൾ ഡക്കർ ദേ സംഭവം കൊള്ളാതെ. എത്ര ഒരാൾ 400? അത്ര അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം തേയില നുള്ളുന്ന കുറേ ചേട്ടന്മാരെ കണ്ടു. നുള്ളുകയല്ലോ, ഇപ്പം പഴയ പോലെ അല്ലല്ലോ. ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് അവിടെ താഴെ ഒരു ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മുകളിലും കുറേ ആൾക്കാരവിടെ ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ കണ്ടതെല്ലാം ആണുങ്ങളാണ്. എന്നാൽ പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം ഈ ട്രാക്ടറിനകത്ത് ഈ തേയില നുള്ളിയത് ഇങ്ങനെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നത് കാണാൻ പറ്റും. പക്ഷെ ഇതൊരു കഷ്ടം കേട്ടോ. അതുകൊണ്ട് ഈ വേസ്റ്റ് ഇങ്ങനെ അവിടെ തള്ളുന്നുണ്ട്. അതൊരു ഈ വരുന്നവരതാ ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി. ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് ആരും ഇറങ്ങുന്നില്ലേ? അതൊക്കെ ഈച്ചരിച്ചൊരു പരുവായിരിക്കും. അപ്പോൾ മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറണമെങ്കിൽ നിരക്ക് കണ്ടോ, 150 തുടങ്ങിയതാണ്. പിന്നെ അതുപോലെ ഈ ഫോട്ടോ എടുക്കുന്നതിനും ആൽബം ഒക്കെ എടുക്കുന്നതിനൊക്കെ പ്രത്യേകം ചാർജാണ്. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സമയം 9 മണി, രാവിലെ 9 മണി, രാത്രി 9 മണി വരെ കേട്ടോ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്, കുറേ താഴോട്ട് പോകാനുണ്ട്. കുത്തനെ ഇറക്കമായത് മിസ്തോമ. ഒരു ബെൻഡ് ചെയ്യണം. നല്ലതുപോലെ പരിപാലിച്ചാൽ ഇതുപോലെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും നമ്മുടെ വീട്ടിലായാലും. അതുപോലെ പരിപാലിക്കണം. ഫിഷ് സ്പാ, അതെ ഫിഷ് സ്പാ. വേണ്ടേ ചെയർ മസാജ്. ഇപ്പോഴൊന്നും ഉറങ്ങിപ്പോകും, വേണ്ട. വാ 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 വാ. ഓർക്കിഡിൻ്റെ വിവിധ ഇനം ചെടികൾ അവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു അടിപൊളി കാട്ടുപോത്തിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നല്ല മസിലൊക്കെയുള്ള അടിപൊളി കാട്ടുപോത്താട്ടോ. വാ വാ. ഇവിടെ താഴെ ഒരു അരുവി കാണാം. നമുക്ക് കുറച്ച് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. എന്താ ഇനി ആരാ വരാനുള്ളേ? അതൊക്കെ പതുക്കെ ഇറങ്ങി. ആൾക്കാർ അങ്ങോട്ട് അതിക്രമിച്ച് കയറാതിരിക്കാൻ ഇവിടെ റോപ്പ് കെട്ടിട്ടുണ്ട്, വേലി കെട്ടിട്ടുണ്ട്. ആനയുണ്ട്, ആന. ഇവിടെ ഒരു അടിപൊളി ആന നിൽപ്പുണ്ട്. കണ്ണൊക്കെ ചലിപ്പിക്കുന്നുണ്ട്, വാല് ചലിപ്പിക്കുന്നു, തുമ്പിക്ക ചലിപ്പിക്കുന്നു. കണ്ണ് ചലിപ്പിക്കുന്നു, കണ്ണ് ചലിപ്പിക്കുന്നു.
പേരില്ല. ഇവിടെ എല്ലാം ഈ സൈസ് കണ്ടേ, ജി പൈപ്പിനകത്ത് വളച്ചിട്ട് ചെടി വെച്ചത് നല്ല രസമുണ്ടല്ലേ. ജി പൈപ്പ് ബെൻഡ് ചെയ്തത്. അവിടെ ചേച്ചിമാരെല്ലാം ചെടികളൊക്കെ പുതുതായിട്ട് നടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയും രാത്രി 7 മണിക്ക് ശേഷം വാട്ടർ ഫൗണ്ടൻ്റെ പ്രദർശനമുണ്ട് കേട്ടോ. അവിടെ ഒരു ദിനോസർ നിൽപ്പുണ്ട്. മുകളിൽ ഐ ലവ് മുന്നാർ. ഓക്കെ ഓക്കെ. ഈ ഇതിൻ്റെ അവിടുത്തെ പ്രദർശനം എപ്പോഴാണ്? എത്ര മണിക്ക്? 7 മണിക്ക്? 7 മണിക്ക്. ഓ, റോസുകൾ. വഴി കണ്ടുപിടിക്കുക. സ്റ്റിക്ക് വാമ വന്നു. സ്റ്റിക്ക് വാമൻ വാ, സെൽഫി എടുക്കാൻ പറ. വാ. അതാ ഇവിടെയുണ്ട് ഓർക്കിഡിൻ്റെ വിവിധ തരത്തിലുള്ള പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെയുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ വിശേഷങ്ങൾ. ഭാഗമുണ്ട് അത്ര ഇല്ല. ഈ പ്ലാന്റിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല, മരുഭൂമി കാണപ്പെടുന്നു. ആണോ? ജിറാഫ്. ഇതൊരു ജിറാഫ് ഉണ്ട്. ഇന്നലെ നമ്മളവിടെ കണ്ടതുപോലെ സെയിം സാധനം. ഓക്കെ. അല്ലല്ല, സിനിമ നടനോ? അതെ. അപ്പോഴേ തിരിച്ച് നമ്മളിതാ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് തിരിച്ചെത്തി. എങ്ങനെയുണ്ടായിരുന്നു? ഫുള്ളായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പരിചയമുള്ള ആൾ വന്നിട്ടു. നോക്കട്ടെ ആരാന്നല്ലേ. ഓല കണ്ണാടി വെച്ചിരിക്കുന്ന ആരാ നോക്കി. ഹലോ ഹലോ സാർ. ഹായ്. അപ്പോൾ അതേ ഇരിക്കുന്ന ആളിനെ കണ്ടോ? നമ്മുടെ സ്വന്തം സ്പടിക്കും ജോർജ് ചേട്ടനാണ്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി. ഫ്യൂവൽ അടിക്കാൻ വേണ്ടി വണ്ടി നിർത്തുക. ഓക്കെ. അപ്പോൾ വെക്കേഷൻ അങ്ങോട്ട് ആരംഭിക്കുന്നതിൻ്റെ ആ തിരക്ക് ഉണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ ആരംഭിക്കുമ്പോൾ എന്തുമായിരിക്കും തിരക്ക്? പക്ഷെ ഇവിടെ തണുപ്പില്ല കേട്ടോ. മൂന്നാറിൽ തണുപ്പെന്ന് പറയുന്ന സംഭവമില്ല. ഇപ്പോൾ വൈകുന്നേരമായി. സാധാരണ വൈകുന്നേരമൊക്കെ നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറിൽ വരുന്നത്. ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താമസിക്കാനുള്ള ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരം അങ്ങോട്ട് മാറിയിട്ടാണ്. ഓക്കെ. അതെ. പ്രകൃതി ഹോംസിലെത്തി. ഓക്കെ. ഇത് ആനച്ചാലിനടുത്താണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ ഇന്ന്. ഓക്കെ. രണ്ടുപേരും വരട്ടെ. അപ്പോൾ മൂന്നാർ വരുന്നവർക്ക് ആർക്കെങ്കിലും റൂം ആണെങ്കിൽ പ്രകൃതി ഹോംസ് നമ്പർ ഇതാ നോക്കി. മുകളിൽ 4 റൂമും താഴെ 3 റൂമുണ്ട്. ഇതിനിടയ്ക്ക് ഇതേ പിള്ളേരുടെ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അത് കിച്ചൺ. ഇതൊരു റൂം. പക്ഷേ ഇത് അറ്റാച്ച്ഡ് അല്ല. ഓക്കെ. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നുള്ളത് ഇവിടെ അറ്റാച്ച്ഡ്. പിന്നെ ബാൽക്കണിയിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ താഴെയുണ്ടേ. അവിടെ 2 റൂമിന് ബാൽക്കണി ഉണ്ട്. അവിടെ 3 റൂമേ ഉള്ളൂ. താഴെ 3 റൂം. അങ്ങടച്ച്. പിന്നെ ഞങ്ങളുടെ റൂം ഇതാട്ടോ 101. ഓക്കെ. ഇവിടെ നല്ല ബാത്റൂമും അത്യാവശ്യം കുഴപ്പമില്ല. നല്ല AC യാണ്. ഓക്കെ. ആരുമില്ലേ? ആ.
എടുത്തോ. അത് ലെമണ്ടിയാ. അതാണോ? ഇവിടെയൊക്കെ അടിപൊളി അന്യായ വ്യൂ കേട്ടോ. അങ്ങോട്ടൊക്കെ തന്നെ കൊക്കോ, കാപ്പി. റൂം ഇത് ആ എന്തേ എന്താ ഇവിടെ പോളിംഗ്? ആഹാ. ആ അത് മാറ്റേ ഉണ്ടോ? കൊള്ളാലോ പരിപാടി. ചേട്ടത്തില്ലേ? കുളിച്ചോ? ഈ പാൻറ്റിട്ടുണ്ട് ചേട്ടാ. എന്നിട്ട് അത് തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പ് ഫയറിന് തുടക്കമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പ് പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തയ്യാറായിരിക്കുക. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നാളത്തെ കാഴ്ചയുടെ അടുത്ത ദിവസം കാണാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? കണ്ടായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ? കണ്ടായിരുന്നു? പൊളിച്ചോ? അടിപൊളി. പൊളിച്ചായിരുന്നു. നൈസ്. അപ്പോൾ നമുക്ക് കണ്ടായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ? അടിപൊളി അടിപൊളി. അപ്പോൾ മൂന്നാറിലെ മൂന്നാമത്തെ ദിവസം കാഴ്ചകളിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.